ഈ കാണുന്നതെല്ലാം എൻ്റെ ബ്രദർ ബാൽക്കണിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ചെറിയ ഫിഷ് ടാങ്ക് സെറ്റപ്പുകളാണ്. നേരെ കാണുന്ന ഈ ഒരു സെറ്റപ്പ് കൂടാതെ തൊട്ടടുത്ത് ഒരു ബ്ലൂ ബോക്സിനകത്ത് ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മുമ്പ് അതിൻ്റെ അപ്ഡേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷമാണ് ഈ സ്ട്രെയിറ്റ് കാണുന്ന ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള കണ്ടെയ്നറിലുള്ള സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഒരു സെറാമിക് ബൗളിനകത്ത് വേറൊരു സെറ്റപ്പും കൂടിയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിൻ്റെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഇത് നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് എൻ്റെ ബ്രദർ ബാൽക്കണിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറച്ച് ഫിഷ് ടാങ്ക് സെറ്റപ്പുകളാണ്. തുടക്കത്തിൽ ആ ബ്ലൂ ബോക്സിൽ കാണുന്ന ആ ഒരു സെറ്റപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് 2 ചെറിയ സെറ്റപ്പും കൂടി ആഡ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊട്ടടുത്തിരിക്കുന്ന ആ ഒരു ബ്ലൂ ബോക്സിലുള്ള സെറ്റപ്പും പിന്നെ സെറാമിക് ബൗളിലുള്ള ഒരു സെറ്റപ്പും കാണാൻ താല്പര്യമുള്ളവർ നമ്മൾ ചെയ്ത ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ ലിങ്ക് സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ആദ്യം സെറ്റ് ചെയ്ത ബ്ലൂ ക്രേറ്റിനകത്ത് ഗപ്പികളും പ്ലാറ്റികളൊക്കെ ആയിരുന്നു മീനുകളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പുതിയതായിട്ട് സെറ്റ് ചെയ്ത ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള കണ്ടെയ്നറിനകത്ത് സീബ്രകളാണ് കിടക്കുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ ഫിഷ് ടാങ്ക് സെറ്റപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ആഴ്ചയിൽ ഒരു ദിവസം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ വാട്ടർ ചേഞ്ച് ആണ്. ഇതിൽ നിന്നൊരു 30% വെള്ളം മാറ്റിയിട്ട് ഫ്രഷ് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ 30% വെള്ളം മാറ്റുന്ന സമയത്ത് നമ്മളൊരു സൈഫോൺ ഉപയോഗിച്ചിട്ട് അടിഭാഗത്ത് എന്തെങ്കിലും വേസ്റ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വലിച്ച് കളയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എയറേഷൻ കൊടുക്കാം, എയർ സ്റ്റോൺ ഉപയോഗിച്ച്, അല്ലാന്നുണ്ടെങ്കിൽ സ്പോഞ്ച് ഫിൽറ്റർ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലുള്ള ചെറിയ സ്പേസുകളാകുമ്പോൾ നമ്മൾ അതിൻ്റെ ഫ്ലോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതായത് എയർ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഹെവി പ്രഷറൊന്നും വരാത്ത രീതിയിൽ എയറേഷൻ കൊടുക്കുമ്പോൾ ചെറിയ സ്പേസിലൊക്കെ ആകുമ്പോൾ പ്രഷർ വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ, അതായത് എയറിൻ്റെ പ്രഷർ വല്ലാതെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ മീനുകളൊക്കെ ആകുമ്പോൾ അവർക്കതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് വരാറുണ്ട്. അതുകൊണ്ട് നമ്മളത് കൺട്രോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിനകത്ത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് സാൽവീനിയ എന്ന് പറയുന്ന ചെടിയാണ്. അത്യാവശ്യം സൺലൈറ്റ് വേണ്ട ഒരു ചെടിയാണ് ഈ സാൽവീനിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ ഫ്ലോട്ട് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ചെടികൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് ചെടികളുണ്ട്, അതായത് സബ്മർജ് ചെയ്ത് നിൽക്കുന്ന ചെടികൾ, വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ചെടികൾ, അതിന് സൺലൈറ്റ് ബ്ലോക്ക് ആവുന്ന വിധത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല. കാരണം ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുമ്പോൾ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ചെടികൾക്ക് സൺലൈറ്റ് കിട്ടാതെയാവും. കാരണം ഇതൊരു മറ പോലെ വരുമ്പോൾ മുങ്ങി നിൽക്കുന്ന ചെടികൾക്ക് സൺലൈറ്റ് കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അത് കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കണ്ടെയ്നറിൻ്റെ ഒരു പകുതി ഭാഗമൊക്കെ നമ്മൾ ഇതുപോലെ ഫ്ലോട്ടിങ് ചെടികൾ ഇട്ട് കൊടുത്താൽ മതി. ഫിഷ് ടാങ്കിലേക്ക് ലൈറ്റൊക്കെ അടിക്കുന്ന സമയത്ത് അത്യാവശ്യം മറ കൊടുക്കാനും അതുപോലെ തന്നെ ബ്രീഡിങ്ങിൻ്റെ സമയത്തൊക്കെ മീനുകൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇത്തരത്തിലുള്ള ഫ്ലോട്ടിങ് ചെടികൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫിഷ് ടാങ്കുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാട്ടർ ക്വാളിറ്റിയാണ്. ക്ലീനിങ്ങിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും മീനുകൾക്ക് ഓവർ ഫീഡ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേസ്റ്റ് അടിഞ്ഞുകൂടി മീനുകൾക്ക് അസുഖം വരാൻ സാധ്യതയുണ്ട്.